ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ താറാവ് കറിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഞങ്ങളുടെ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും കാണാം. നമ്മളെ കഴുകി വൃത്തിയാക്കിയ താറാവ് ഉപ്പും മഞ്ഞൾപ്പൊടി വിനാഗിരിയും ചേർത്ത് കഴുകിയതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കരിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പ്, അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമി കൈകൊണ്ട് തിരുമണം. അത് ഒരു കുക്കറിലേക്ക് മാറ്റുക. കുറച്ച് 2 തുടം വെള്ളം മതി. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിക്കാം. ഒരു 4 വിസിൽ വരട്ടെ. ഇനി നമുക്ക് താറാവ് വേകുമ്പോഴത്തേക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം സ്റ്റവ് കത്തിച്ച് പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലായി ചെയ്യേണ്ടത്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളി, അത്രയും തന്നെ ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 സവോള ഇടത്തരം. സവോള ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇത് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2, കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു ഉരുളക്കിഴങ്ങ് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. താറാവിറച്ചിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ലതാണ്. താറാവ് വെന്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ നെയ്യ് കുറച്ചുകൂടെ ഈ അരപ്പിലേക്ക് നമുക്ക് ഊറ്റിയിരിക്കാം. ഒരു ടിപ്പാണ് കേട്ടോ. എന്നാൽ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിന് താറാവിൻ്റെ നെയ്യ് അങ്ങനെ കളയാൻ വേണ്ട, അത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇറച്ചിക്കോട്ട് ഒഴിക്കുക. ഇതിനകത്ത് ഇത് മൂടി വെക്കാൻ കുറേ 5 മിനിറ്റോടെ ഇരിക്കട്ടെ. താറാവെല്ലാം നല്ല പറ്റി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങാൻ പോയതിന് മുമ്പ് 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇടണം. ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഒരു പിഞ്ചുപ്പും കൂടെ വേണം. അവസാനം ശകലം കട്ടി തേങ്ങാപ്പാൽ, ഒരു കരിവേപ്പില എൻ്റെ മുകളിലേക്ക്. ചക്ക വേവിച്ചത്, നമ്മുടെ താറാവ് കറിയും കൂടെ കഴിച്ചു നോക്കി. കഴിച്ചു അടിപൊളി ആയിരിക്കും.